വാർത്തകൾ തുടർന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 2 ദിവസത്തേക്കാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, നാളെ വൈകിട്ട് 5 മണി വരെയാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് പത്മകുമാറിനെ ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. SITയുടെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. എന്തായാലും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് SITയുടെ നീക്കം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും കേസന്വേഷണത്തിൽ ഏറെ നിർണായകമാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ. പത്മകുമാറിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ പരിധിയിലുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിക്കുകയായിരിക്കും SIT ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് തിരിച്ച് ഹാജരാക്കണം എന്നതാണ് ഒരു വ്യവസ്ഥ ഉള്ളത്. എന്തായാലും പത്മകുമാറിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഈ അന്വേഷണത്തിലേറെ നിർണായകമാണ്. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ 2019 പത്മകുമാറുള്ള ഭരണസമിതിയാണ് ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഒരു 8ാം പ്രതിയായി ചേർത്തിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പത്മകുമാറിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസിൽ വളരെ നിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിപക്ഷമടക്കം രാഷ്ട്രീയമായി ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ ഈ വിവാദം വലിയ രീതിയിൽ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിരോധത്തിലേക്ക് CPIM പോകുമോ എന്ന കാര്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് പത്മകുമാറിൻ്റെ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമായിട്ടുള്ള എന്തൊക്കെ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ പത്മകുമാറിൻ്റെ വിദേശയാത്രകളിലും വ്യക്തത തേടുന്നുണ്ട് എന്നതും പുറത്തു വരുന്ന ഒരു വിവരമാണ്. കൂടാതെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ എല്ലാ ഗൂഢാലോചനകളുടെ തുടക്കം പത്മകുമാറിൽ നിന്നാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സർക്കാരിന് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയതെന്ന പത്മകുമാറിൻ്റെ മൊഴിയാണ് ഈ രീതിയിൽ വലിയൊരു ചിന്തയിലേക്ക് നയിക്കുന്നത്. എന്തായാലും ഈ മൊഴിയിൽ പത്മകുമാർ ഉറച്ചു നിൽക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ രീതിയിൽ പത്മകുമാറിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഈ കേസന്വേഷണത്തിൽ വളരെ നിർണായകമായിരുന്നു പത്മകുമാറിൻ്റെ അറസ്റ്റ്. അത് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാണ് ആ ചോദ്യം ചെയ്യൽ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് ഏത് തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാകും ഈ അന്വേഷണ പരിധിയിൽ വരിക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇപ്പോൾ കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. എന്തായാലും വിശദമായ അന്വേഷണം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിരുന്നു പത്മകുമാറിൻ്റെ അറസ്റ്റ്. ഇപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള എന്തൊക്കെ ഇടപാട് നടന്നിരുന്നു, സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. 2 ദിവസത്തേക്കാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും. ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ ഇനി ഈ ഒരു കേസിൽ നിർണായകം തന്നെയായിരിക്കും. ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധിയുള്ളത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.